ആപ്പിൾ അവരുടെ പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. M4 വെച്ചിട്ടുള്ള ഐപാഡ് പ്രോ, പിന്നെ ഐപാഡ് എയർ പുതിയ മോഡൽ. സ്പെക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു മാക്ബുക്ക് എയർ ഉണ്ടല്ലോ, ആ എയറിനേക്കാളും പവർഫുള്ളാണ് സംഭവം. പക്ഷേ ഒരു പ്രശ്നം അതിൻ്റെ OS ആണ്. ഇപ്പം എല്ലാ റിവ്യൂവേഴ്സും പറയുന്നൊരു കാര്യമാണ്, ഇതിനകത്ത് എന്താ ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഐപാഡ് പ്രോ തരുന്നത്. കുറച്ച് പേര് പറയുന്നത് ഐപാഡ് വെച്ചിട്ട് നമുക്ക് മാക്കിനെ റീപ്ലേസ് ചെയ്യണം, മാക്കിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഐപാഡ് ചെയ്യണം. കുറച്ച് പേര് പറയുന്നത് ഉറുമ്പിനെ കൊണ്ട് കണ്ടെടുപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഉപയോഗം. പിന്നെ വേറെ കുറച്ച് പേര് ഇത്രയും തിന്നായിട്ട്, ശരിയാണ് സംഭവം നല്ല രീതിയിൽ തിന്നായിട്ടുണ്ട്. അതായത് അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഐപോഡിനേക്കാളും തിന്നറാണ് ആ ഒരു ഐപാഡ് പ്രോ 13 ഇഞ്ച്. ഇപ്പോൾ 2 മോഡൽസാണ് മെയിനായിട്ടും ഈ ഒരു ഐപാഡ് പ്രോയിൽ വന്നിട്ടുള്ളത്, 13 ഇഞ്ചും 11 ഇഞ്ചും. രണ്ടും M4 തന്നെയാണ് പവർ ചെയ്യുന്നത്. പിന്നെ അവർ വെറൈറ്റി ആയിട്ട് ആ ഒരു നാനോ ടെസ്റ്റഡ് ഗ്ലാസും ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഗ്ലാസും ഒരു തരിതെടുപ്പ്. അത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത് മറ്റേ ഫോട്ടോ ഒക്കെ വരയ്ക്കുന്നത്, ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും. കാരണം ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാറ്റ് ഫിനിഷുള്ള ആ ഒരു പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു ഐപാഡിൽ അവർ ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും മെയിനായിട്ടും ഡ്രോയിങ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ആ ഒരു നാനോ ടെസ്റ്റ് ഗ്ലാസ് അടിപൊളിയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ആ ഒരു ഓപ്ഷൻസ് നമുക്ക് 1 TBയിലും 2 TBയിലും കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു അത്രയും തിന്നായിട്ടുള്ള സെറ്റപ്പ്. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരാളുണ്ടാവും, സ്വാഭാവികം. ഓക്കെ, അപ്പോൾ ആ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞത് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നാണ്, ബെൻഡാവോ അതോ ഒടിഞ്ഞ് 2 പീസായിട്ട് കയ്യിലിരിക്കുമോ ദൈവത്തിനറിയും. അപ്പം അത്രയും തിന്നായതാണ് ആ ഒരു ഐപാഡിൻ്റെ എന്താ പറയുക, ആ ഒരു ഇവൻറ്റിൻ്റെ ഒന്നാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം. പിന്നെ M4 വന്നത് ചില്ലറ പ്രൊസസ്സറൊന്നുമല്ല. M4നെ പറ്റി പറയുകയാണെങ്കിൽ M3നേക്കാളും പവർഫുള്ളാണ്. അതുപോലെ തന്നെ M2 പ്രോയുടെ ആ ഒരു സെയിം പെർഫോമൻസിനേക്കാളും അടിപൊളിയാണ് ഈ ഒരു M4. പിന്നെ ഈ M4 ചിപ്പിലാണ് അവരുടെ പുതിയ ഡിസ്പ്ലേ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ടാൻഡം OLED എന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നുമല്ല, 2 OLED പാനൽസിനെ മെർജ് ചെയ്തിട്ട് ഒറ്റൊരു OLED ആക്കുന്ന പരിപാടിയാണ് ഈ ഒരു ടെക്നോളജി. അതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഐപാഡിൻ്റെ ഇവൻറ്റിൽ നമുക്ക് തോന്നിയൊരു കാര്യം. ആപ്പിൾസിൻ്റെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള മിനി LED എന്ന് പറയുന്ന ടെക്നോളജി അവരുടെ സ്വന്തം ടെക്നോളജി തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നമുള്ളത് നല്ല കോൺട്രാസ്റ്റും അതുപോലെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി തരുമെങ്കിലും ബ്ലൂമിങ് എഫക്റ്റ്, അതായത് നമ്മളിപ്പം ഫുൾ ബ്ലാക്ക് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു വൈറ്റോ അല്ലെങ്കിൽ കളറായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു എന്താ പറയുക, ഒരു ഷാഡോ, ഒരു വൈറ്റ് ഷാഡോ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ ഒരു ഡിസ്പ്ലേ പാനലിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. കളർ ആക്യുറേറ്റ് ആണ്, ബാക്കി പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആ ഒരു LED വരുത്താൻ ആപ്പിളിന് പറ്റിയിട്ടുണ്ടായില്ല. നല്ല രീതിയിലുള്ള ആ ഒരു എന്താ പറയുക, റിഫ്രഷ് റേറ്റിനൊരു പ്രശ്നമുണ്ട്. ഗെയിമിംഗ് ഒന്നും ഇതിലത്ര ആ ഒരു പാനലിസ്റ്റിന് നല്ല നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അതിൽ കൂടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓവറായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റും അതൊക്കെ അത്യാവശ്യം എന്താ പറയുക മടുപ്പായിരുന്നു ഈ ഒരു പാനലിസിന്, മറ്റേ XDR മിനി LED പാനലിസിലൊക്കെ. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐപാഡിലുള്ളത്. പിന്നെ ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ ഐപാഡ് പ്രോയിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള മോഡൽസിനൊക്കെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഉള്ളൂ, നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ M4 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ M3നെയും അതുപോലെ തന്നെ കഴിഞ്ഞ 30 പ്രാവശ്യത്തെ ആ ഒരു M2 പ്രോഡൊക്കെ ഏകദേശം പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്പാണ്. ഇനിയിപ്പോൾ ബാക്കി ഐപാഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മൈനർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഐപാഡ് എയർ നല്ല രീതിയിലുള്ളൊരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സൈസിൽ 11 ഇഞ്ചിലും 13 ഇഞ്ചിലും നമുക്കത് അവൈലബിൾ ആണ്. പിന്നെ ചിപ്പും അപ്ഗ്രേഡ് ആയിട്ടുണ്ട് M2യിലേക്ക്, അല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരാം. അപ്പോൾ ഈ ഐപാഡ് എപ്പോൾ ഇറക്കിയാലും ഓൾറെഡി അറിയാം നല്ല ഹൈപ്പാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഐഫോണിൻ്റെ അത്രയും ഹൈപ്പിംഗ് ഇല്ലെങ്കിലും ഒരു ഫാൻ ബേസ് ഉണ്ട് ഐപാഡിന്. ഐപാഡ് പണ്ടോട്ട് യൂസ് ചെയ്ത് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നൊരു കുറേ പേരുണ്ട്. നമുക്ക് പല സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി എന്താ പറയുക കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട്. പിന്നെ മെയിനായിട്ടും അതൊരു ക്രിയേറ്റർ മെഷീനാണ്. ക്രിയേറ്റർ, അതായത് ഡിജിറ്റൽ ആർട്ട്, അതുപോലെ തന്നെ പെൻസിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് സെറ്റപ്പൊക്കെ നല്ല രീതിയിൽ ഐപാഡിൽ വർക്ക് ചെയ്യും. അതിനുള്ള ആപ്സും അതിലുണ്ട്. പിന്നെ ഐപാഡ് പ്രോ ഈ പ്രാവശ്യം പവർഫുൾ ആയപ്പോൾ പ്രശ്നം പറ്റിയത് ഇതിനകത്ത് ബാക്കിയെല്ലാം ഓക്കെയാണ്, പെർഫോമൻസ് അതുപോലെ തന്നെ ഡിസൈൻ, മറ്റേ ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെറ്റപ്പും ഡിസ്പ്ലേ ഒക്കെ ഓക്കെ ആണെങ്കിലും ഇതിന് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു OS ആണ്, ഐപാഡ് OS. ഈ ഒരു OS മെയിനായിട്ടും iOSൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളൊരു OS ആണ്. അതായത് ഐഫോണിൽ വരുന്ന സെയിം OSൻ്റെ ഒരു ചേട്ടൻ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ടും ആപ്പ് സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് വേറെ സഫാരിയിൽ നിന്ന് കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടിയൊന്നും ഈ ഐപാഡിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ എങ്കിലും iOSനേക്കാളും നല്ല രീതിയിൽ ഡിഫറൻ്റ് ആണ്, ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണ് ഐപാഡ് OS. എങ്കിലും അതൊരു മൊബൈൽ പ്ലാറ്റ്ഫോമിനായിട്ടുള്ളൊരു OS ആണ്.
ഇതാണ് ഇത്രയും വിഷയമായിട്ടിരിക്കുന്ന ആ ഒരു OSൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള M4 ചിപ്പ് അതിലുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും അതിൽ അവൈലബിൾ അല്ല. ഇപ്പം മെയിനായിട്ടും പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റെൻഡറിങ് ടൈമൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ അല്ലാതെ ഹെവി ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അതും റെൻഡർ ചെയ്യാനുള്ള ആ ഒരു ടൈമും കുറയും. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു യൂസബിലിറ്റി അതിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ M2 M1 ഒക്കെ അത്യാവശ്യം പവർഫുൾ തന്നെയാണ്. അതിന് പകരം ഇപ്പോൾ നിങ്ങളൊരു M1 M2 ഒക്കെ ആയിട്ടുള്ളൊരു iPad Pro ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയൊരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഈ M4 കിട്ടില്ല. വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് റെൻഡർ ചെയ്യാൻ ആ ഒരു ചിപ്പുകളിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ M4 വരുമ്പോൾ അത് കുറച്ച് കുറയും. അല്ലാതെ വലിയ ആ ഒരു യൂസർ ചേഞ്ചസ്, അതായത് ആ ഒരു ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹാങ്ങും കാര്യങ്ങളൊന്നും ആ ഒരു ചിപ്പിനും ഇല്ല, ഈ M4 ഉണ്ടാവില്ല. അപ്പോൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് M1 M2 ഉള്ള iPad Pro ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡ് അത്ര വലിയൊരു ഉപകാരം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പുതിയ iPad Pro എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരിന് M4 ഉണ്ടെന്ന് പറയാം, അതുപോലെ തന്നെ ഡിസൈൻ ചേഞ്ചസ് ഉണ്ടെന്ന് പറയാം. അല്ലാതെ ആ പെർഫോമൻസ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അതിലില്ല. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് മാക്കിൽ നിന്ന് നമുക്ക് iPadലേക്ക് വന്നാൽ നമ്മളുടെ എന്താ പറയുക ട്രാവലിംഗ് ആയിക്കോട്ടെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. ശരിയാണ്, ട്രാവലിംഗ് ഒക്കെ പോകുമ്പോൾ iPad തന്നെ മതി അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ. പക്ഷേ എങ്കിലും അത് ഒരു മാക്കിനെയോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിനെയോ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ മെയിനായിട്ടും iPadOS എന്ന് പറഞ്ഞ OS ഒരു PC ലെവൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരണം. അതായത് നമുക്ക് സാധാരണ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റണം, അതുപോലെ തന്നെ മാക്ക് പോലെ വർക്കും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു അപ്ഡേഷനൊക്കെ ഈ ഒരു iPadOSൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത് നൈസായിരിക്കും. നമുക്കൊരു iPadനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പോഴത്തെ ബേസ് ആയിട്ട് വരുന്ന ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ വിൻഡോസ്, അതായത് ഒരു 50,000 താഴേക്ക് വരുന്ന ലാപ്ടോപ്സ്, എന്തായാലും അതിനേക്കാളും പവർഫുൾ ആണ് ഈ M4 ചിപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു പുതിയ iPad Pro. അപ്പോൾ ഈ iPadOS ഏകദേശം macOSൻ്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, അതിൻ്റെ ഫ്യൂച്ചറിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. കാരണം ഇനി അങ്ങോട്ട് മെയിനായിട്ട് സ്പെക്ക് ഇങ്ങനെ കൂടിയേ പോവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള iPadOSൻ്റെ അപ്ഡേറ്റ്സ് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. പറയാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന iPadOS 18 എങ്ങനത്തെ രീതിയിലുള്ള ഫംഗ്ഷനാലിറ്റിയാണ് തരണേന്ന്. മാക്കിൻ്റെ സെയിം രീതിയിലുള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റി ഒക്കെ ഈ iPadൽ കൊണ്ടുവന്ന MacBook Air എടുക്കുന്നേക്കാളും പകരം ഈ iPad Proയിലേക്ക് എന്തായാലും സ്വിച്ച് ചെയ്യും. അപ്പം കൺഫ്യൂഷനായിട്ട് എടുക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാക്ക് എടുക്കണോ അതോ iPad എടുക്കണോ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ഓൾറൗണ്ടറാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും നടക്കണം, അങ്ങനത്തെ ബാറ്ററി ലൈഫ് വേണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിൻ എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാക്ക് എടുക്കാം. കാരണം അതിൽ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾ അത്യാവശ്യം പുഷ് ചെയ്താലും അതിന് ഫാനും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ലൈഫും തരുകയും ചെയ്യും, ബാറ്ററി ലൈഫും കിട്ടും, ഹീറ്റിങ്ങും പൊതുവേ കുറവാണ് മാക്സിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇത്തിരി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കുറച്ച് പാടായിരിക്കും, എങ്കിലും അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അതിന്. ഇനിയിപ്പോൾ iPad എടുക്കാതെ ഒരു ലിമിറ്റ് ഉണ്ടാവും അതിന്, കാരണം അത് ഒരു പാസീവായിട്ടുള്ള കൂളിംഗ് സെറ്റപ്പൊക്കെയാണ്. കാണുമ്പോൾ വലിയൊരു എന്താ പറയുക സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ആ ഒരു ടെക്നോളജീസ്, അതായത് അതിനകത്തെ മദർ ബോർഡും ചിപ്പും ഒക്കെ നല്ല രീതിയിൽ പാടുപെടും ഇങ്ങനത്തെ ഹെവി വർക്ക് ഫ്ലോ ഒക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടേതാണ് ബാക്കിയെല്ലാം. iPad എടുക്കുന്നവർക്ക് എന്തായാലും iPad എടുക്കാതെ വേറെ രക്ഷയില്ല. കാരണം ഡിജിറ്റൽ ആർട്സിനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏത് കമ്പനിയുടെ ടാബ്ലറ്റ്സ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ അത്യാവശ്യം ഫ്ലാഷ് ലെവലാണ്, കുറേയധികം ഫംഗ്ഷനാലിറ്റി അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് മിക്ക ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് iPad. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് iPadൽ നിന്ന് ഇപ്പം ഒരു ആൻഡ്രോയിഡിലേക്ക് പോകുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു അവസ്ഥ എന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് ഈ വീഡിയോനെ ഇത്തിരി കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു തന്നത് മാക്ക് എടുക്കാനും iPad എടുക്കാനും ആ ഒരു പ്രൈസ് മതി. അപ്പോൾ ഒരു ഓൾറൗണ്ടറാണ്, എല്ലാ കാര്യങ്ങളും നടക്കണം, അത്യാവശ്യം പുഷ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് അത് വെച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മാക്കിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. ഓക്കെ, കാരണം iPad M4 ഒക്കെ ഓക്കെയാണ്, പവർഫുൾ തന്നെയാണ്. പക്ഷേ ആ ഒരു സംഭവത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മെയിനായിട്ടും അതിൻ്റെ OSനാണ് ആ ഒരു ലിമിറ്റേഷൻ വരുന്നത്. അപ്പോൾ അടുത്ത ഈ വരാൻ പോകുന്ന iPadOSൽ എങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മാക്കിൻ്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ബ്രൗസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതായത് DMG, നമ്മൾ വിൻഡോസിൽ എക്സിക്യൂട്ടബിൾ .exe എന്ന് വരുന്ന പോലെ തന്നെ മാക്കിൽ വരുമ്പോൾ .dmg ആണ്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ iPadൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മാക്കിനെ റീപ്ലേസ് ചെയ്ത് iPad എടുക്കാവുന്നതാണ്. അപ്പോഴും പ്രശ്നങ്ങളുണ്ട്, മറ്റേ കൂളിംഗ് ഇഷ്യൂ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് iPadOS വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ടും ഈ ഒരു പുതിയ iPadനെ പറ്റി പറയാനായിട്ട്. എല്ലാ പ്രാവശ്യവും എല്ലാ ഇവരിലും iPad എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്പെക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല രീതിയിൽ ഈ പ്രാവശ്യം
അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐപാഡ് പ്രോയിൽ ഒരു ഡൗൺഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാമറയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അൾട്രാ വൈഡും കൂടെ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം അത് കളഞ്ഞിട്ട് ഒറ്റ ക്യാമറയിലാണ് ഇപ്പം പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ലൈഡാർ സെൻസറും കാര്യങ്ങളൊക്കെ പഴയതുപോലെ അതിനകത്ത് തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ പറയാനുണ്ട്. ഐപാഡ് ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പലക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഐപാഡ് പ്രോ 2022. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഐപാഡിനെ പറ്റിയും ബാക്കി ഐപാഡിനെ പറ്റി പറയാനായിട്ട്. പ്രൈസിങ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി പതിയെ, കാരണം നല്ല പ്രൈസിങ് ആണ് സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ.